ഇന്നെങ്കിലും ഒന്ന് പണിക്കുക. എന്റെ സന്ദീപ, നിന്നെ എത്ര ദിവസമായി ഈ ചെക്കൻ വന്ന് പണിക്ക് വിളിക്കുന്നു? അല്ലെങ്കിലും നീ പണിക്ക് പോകാണ്ട് എത്ര കാലം ഇങ്ങനെ ഇരിക്കുക? നീ എന്നാ ഇങ്ങനെ ഇരിക്കുന്നേ? പണ്ടത്തെ കാര്യം ഓർമ്മിച്ചിട്ട് ഓളം മംഗലം കഴിഞ്ഞിട്ട് 10-20 കൊല്ലായി, മക്കളുമായി. നീ ഓൻ്റെ പരം പണിക്ക് പോയട്ടെ. വീട്ടിലിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടാ. വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങണമെന്നേ. എന്നാലേ പുതിയ പുതിയ ആൾക്കാരും പുതിയ പുതിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്റെ സന്ധ്യ കേട്ടാ, എത്ര സമയം ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ എന്നെ ഒരു അക്ഷരം മിണ്ടാത്തെ? ഹേമന്തമൻ കൈക്കുമ്പിളി തൂവുന്നിലാപ്പൂമി പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ. കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോടുന്ന വാക്കുപോലെ അതിലോളം അനുരാഗം മാറിയ. ഹലോ സന്ദീപേട്ടാ, നിങ്ങൾ എവിടെയല്ലേ? ഞാൻ വീട്ടിലല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ മരിച്ചോട്ടിൻ്റെ അവിടെ വരുവാ. ഇപ്പൊ വരാം. സന്ദീപേട്ടാ, എന്തായിരുന്നു? നിങ്ങൾ കണ്ണടച്ചേ. അതിനാ കണ്ണടക്കുന്നത്? ഒന്ന് കണ്ണടക്കേ. നീ എന്നാ കൈ നീട്ടിക്ക്. ഈ വരുന്ന ഞായറാഴ്ച കല്യാണമാണ്. സന്ദീപേട്ടൻ എന്തായാലും വരണം. ഞാൻ കാത്തിരിക്കുവേ. ശരി. എന്തൊക്കെയായിരുന്നു? ഒരു മുട്ടായി വാങ്ങി കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അമ്മയുടെ മാല പണയം വെച്ച് കൊടുക്കുന്നു. എന്റെ സന്ധ്യവേട്ട, ഓൾ ആരാന്ന് നിങ്ങൾക്ക് അറിയാം? നിങ്ങളെ പണ്ട് തേച്ചിട്ട് പോയ രേഷ്മയുടെ മോളാ. ഇപ്പാണ് നീ ശരിക്കും വള്ളി മുങ്ങിയായത്.